ഗുഡ് മോർണിംഗ്. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ 2-3 ദിവസമായിട്ട് നല്ല രീതിയിൽ മഴ വരുന്നുണ്ട്. ഒരു ദിവസം മഴ പെയ്തു. ലിംഗം ഭാവയ ഭക്തി വിരേവലിംഗം ജനകരകോടി പ്രഭാകരലിംഗം നർത്തണമാമിവദാശിവലിംഗം അഷ്ടകളോ പരിവേഷ്ടിതലിംഗം സർവസമസ്തകാരണലിംഗം അഷ്ടദരിദ്രവിനാശ. അപ്പോൾ ആ മഴ പെയ്തിട്ടുണ്ടായിരുന്നത് വൈകുന്നേരമാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു അതെ. പിന്നെ രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 2 ദിവസം മുന്നേ ഞാനൊരു ചക്കയുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചക്ക ഇവിടെ ഇറയത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ. അപ്പൂസിനെയും മനുവിനെയും വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളൊരു വീഡിയോ അല്ലേ. അത് അന്ന് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ചക്കയാണിത് കേട്ടോ. അപ്പോൾ ഇത് പഴുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊരു ഭാഗം വീണിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് ചക്ക അരിഞ്ഞ് ഉണ്ടാക്കാനുള്ളൊരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് അന്ന് ചക്കക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് പഴുപ്പിക്കാൻ വെച്ചത്. എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് മാത്രമേ നമ്മൾ പഴുക്കാൻ വേണ്ടി വെക്കത്തുള്ളേ. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ചക്ക പഴുത്തു. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഒരു പകുതി ഞാൻ വോയിസ് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഇടിയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് നാളെയും ഇത് ഇടാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണേ. അപ്പോൾ അങ്ങനത്തെ നമ്മളിവിടെ ഒരു പേപ്പറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചക്കയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പകുതി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതേ മനു ചക്ക മുറിക്കണത് കണ്ടിട്ട് അപ്പൂസും മനുവൊക്കെ അവിടെ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പകുതി ചക്ക എടുത്തു. പകുതി നമ്മളിത് ഇതൊക്കെ ഒന്ന് മാറ്റി ഇതിലിങ്ങനെ ചെറിയൊരു പ്രാണി ഉണ്ടല്ലോ, ഇവിടെ നാട്ടിൽ കൊത്തളങ്ങ എന്നാണ് കേട്ടോ പറയുക. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ കവർ ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യണത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൊത്തളങ്ങ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്രാണി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിരിക്കണതാണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ചക്കയൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പറിച്ച് തരണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോ പണിയിലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് വേഗം തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ എനിക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. രാവിലെ ഏകദേശം ഒരു 4:30-4:45 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഉഴുന്നും ഉലുവയും പച്ചരിയും ചാക്കരിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാറുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിക്ക് ഇടുന്ന അത്ര ഉഴുന്ന് നമ്മളതിൽ ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ രാവിലത്തെ പണികളും ബാക്കി ഉച്ചയ്ക്കുള്ള പണികളും ഒക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ കാണിക്കുന്നത്. പിന്നെ വൈകുന്നേരം ആവാൻ നേരത്താണ് കാണിക്കുന്നത്. 3 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം സമയം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈയിടെയായിട്ട് മഴ വരുന്നുണ്ട് എന്നുള്ളത്. ഇന്നാണ് ആ മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ മഴ പെയ്യുന്നതിന് മുന്നേ അടിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ബാക്ക് സൈഡൊക്കെ നമ്മളൊക്കെ ഒന്ന് നന്നാക്കിയിടുക. കുറച്ച് കത്തിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അപ്പൂസും എൻ്റെ കൂടെ അങ്ങനെ വരുന്നുണ്ട്. അപ്പം അപ്പൂസും ഒറ്റയ്ക്കാണ് കളിക്കുന്നത് എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോറി, ഇത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഇത് ഞാൻ രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നേ. രാവിലെ മുതൽ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം ആവാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ പെയ്ത് ആകെ നനയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. രാവിലെ നമ്മൾ പണി തീർത്തതിന് ശേഷം നമ്മൾ വേഗം മുറ്റം അടിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വേഗം മുറ്റമൊക്കെ അടിച്ചു തരാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പൂസും മനുവും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തേ പറഞ്ഞ് കേൾക്കാതിരിക്കുള്ളൂ കേട്ടോ. പറഞ്ഞ് കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെന്തെങ്കിലും വികൃതി കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ കളികളാണ് കളിക്കുക കേട്ടോ. എങ്ങനെയായാലും അടങ്ങിയിരിക്കില്ല.
ഓടിയിട്ടായാലും ചാടിയിട്ടായാലും എവിടെയാണെന്നുണ്ടെങ്കിൽ കുറേ നമ്മൾ ഓടിൻ്റെ പീസും അതും ഇതൊക്കെ എടുത്തിട്ടതുകൊണ്ട് നമുക്ക് ശരിക്കും അടിക്കാനും കഴിയില്ല, ചെത്തിക്കോരാനും കഴിയില്ല. അങ്ങനെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ പുല്ല് ചെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് 1-2 മഴ പെയ്തില്ലേ, ആ ഒരു ടൈമിൽ ഇവിടെ ഉണ്ടായതാണ് ഈ പുല്ലൊക്കെ കേട്ടോ. പിന്നെ ഞാനിതൊന്ന് ചെത്തിക്കോരാ എന്ന് വിചാരിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ ചെത്തിക്കോരാൻ വേണ്ടിയിട്ട്. അത് എന്താ പറയുക, അതിലിങ്ങനെ ഓടിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് വരില്ല, അത് കേടുവരികയാണ് ചെയ്യുന്നത്. ഞാനിവിടെ വോയിസ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ഇവിടെ ഭയങ്കര ഇടിയും ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എണീറ്റ് ഓടിയതാണേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മഴ പെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുക്കാൻ വിട്ടും പോയതാണ് കേട്ടോ. ഇപ്പോൾ അതേ 2 മൈനേനെ കണ്ടപ്പോൾ വേഗം എടുത്തതാണ് കേട്ടോ. 2 മൈനേനെ കണ്ടാൽ സന്തോഷമാണ് എന്നുള്ളതൊക്കെ ഞാൻ പണ്ട് കുട്ടിയാവുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. 2 മൈനേനെ കണ്ടാൽ സന്തോഷം, ഒറ്റ മൈനേനെ കണ്ടാൽ ദുഃഖം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മൈനകളെ കണ്ടപ്പോൾ അങ്ങനെ ഓർമ്മ വന്ന് വേഗം എടുത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പുറമൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുക, ഏതായാലും നമ്മളൊക്കെ ഇറങ്ങിയതല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇവിടെ സൈഡും എല്ലാ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടു, അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഒരു മുരിങ്ങ കൊമ്പ് വെട്ടാനുണ്ടായിരുന്നു, അതൊന്ന് വെട്ടാലോ എന്ന് വിചാരിച്ച് ഏട്ടനോട് വെട്ടിത്തരാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. കാര്യസംഭവം എന്താ ഉണ്ടായതെന്നറിയോ, ഞാൻ ഈ ഫോണും പിടിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ നിന്ന് ലാസ്റ്റ് എന്താ ഉണ്ടായതറിയോ, അത് വെട്ടിയിട്ടപ്പോഴുള്ള വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതെന്തായി, അപ്പൂസെ ഓടല്ലേ, മാറി നിൽക്കും, അങ്ങോട്ട് പോവല്ലേ ഇങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് നിന്നു. വീഡിയോ ഞാൻ ഓണാക്കാൻ വേണ്ടി മറന്നുപോയി, അതാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ഇവിടെ നമ്മൾ ഈ ഒരു ബാത്റൂമിൻ്റെ സൈഡിലുണ്ടായിരുന്ന കൊമ്പാണ് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പോൾ ഏകദേശം ടൈം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല വെയിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടി തന്നു. ഇനി ഞാനതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. നമ്മളൊരു 2-3 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് ഇതിലുണ്ടായിരിക്കും. ഈ ഒരു പീസ് നമ്മൾ വെട്ടാൻ കഴിഞ്ഞ പ്രാവശ്യം മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ അത്രയും ഉയരത്തിൽ തന്നെ അത് അങ്ങോട്ട് നീണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വെട്ടിയെടുക്കാൻ വേണ്ടി കഴിയില്ല കേട്ടോ. ഇതിന് ഏട്ടൻ തന്നെ വരണം, എന്നാലേ വെട്ടാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ അത് വെട്ടി തന്നു. പിന്നെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അപ്പൂസ് ഒപ്പം ഉണ്ട് കേട്ടോ. അവനും മുരിങ്ങയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തോട്ടിയും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 1-2 മുരിങ്ങ കമ്പ് നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാറ്റണം എന്ന് ഞാൻ കുറേ ആയി വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ പഠിച്ചതേ പാടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പിന്നെ എനിക്ക് അത് തന്നെ വരുന്നുള്ളൂ. അങ്ങനെ ഏതായാലും ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡൊക്കെ റെഡി ആക്കിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മനുവിനോട് പറഞ്ഞപ്പോൾ അവനെ എടുത്ത് തന്നതായിരുന്നു. പിന്നെ കുറച്ച് പോർഷൻസൊക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മുരിങ്ങയൊക്കെ ഇപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് ദൂരി വെക്കും കേട്ടോ. വേറെ ഒരു പണിയുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയുള്ളത് എടുക്കില്ല, കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും മുരിങ്ങയില വാടിയിട്ടുണ്ടാവും. അങ്ങനെ വാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ കരടുണ്ടെങ്കിൽ കണ്ടെത്താൻ നമുക്ക് പറ്റില്ല. കരടോ പിന്നെ ചെറിയ പ്രാണി 8 കാലിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ പൊതുവേ ഓരോ ദിവസത്തേക്കുള്ളത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടേ പൊട്ടിച്ചെടുക്കുള്ളൂ കേട്ടോ. ഇതിങ്ങനെ കുറേ അധികം ഉണ്ടാകുമ്പോൾ നമുക്ക് വിചാരിച്ചതുപോലെ കയ്യിൽ ഒരു കൈ കൊണ്ട് നോക്കാനും ഒരു കൈ കൊണ്ട് അത് പൊട്ടിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, ഒരുപാട് കിട്ടുന്ന ഒരു ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വേഗം എടുത്തിട്ട് നന്നാക്കി എടുക്കണം. അതിന് മുന്നേ ഞാൻ നന്നാക്കിയിട്ടില്ല. അങ്ങനെ അത് നന്നാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഊരി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്, പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെ ദേ ഇവിടെ പിന്നെ നമ്മൾ ഇന്നലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കറണ്ട് ഇടയ്ക്ക് പോയും വന്നും കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീസറിലൊക്കെ നല്ല രീതിയിൽ ഐസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടത് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ, അങ്ങനെ വന്നതല്ല. അതിന് ഷോക്കടിച്ചു, ഫ്രിഡ്ജിൽ നിന്ന് ഷോക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ, ഷോക്കും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഷോക്കടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓഫാക്കിയിട്ടതായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ അതിലുണ്ടായിരുന്ന പാത്രങ്ങൾ നമ്മൾ വേറെ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. അതിൽ വെക്കണത് അതിൽ കഴുകുക, ഉണങ്ങുക, അതിൽ വെക്കുക, എന്തെങ്കിലും പിന്നെ വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കുക, കഴുകുക, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഞാനിത് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം പോയിട്ട് ഇനി അതൊന്ന് വറ്റാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പണിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ചെടിയുടെ ചട്ടി ഇരിക്കണില്ലേ, നമ്മുടെ ഈ ഒരു കല്ലിൻ്റെ മുകളിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കണില്ലേ, അപ്പോൾ അതിലുള്ളത് മാത്രം ഇങ്ങോട്ട് ശരിക്കും വളരുന്നില്ല. 10 മണിച്ചെടി ആദ്യമൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ഇവിടെയുള്ള വെയിൽ തട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ വരുന്ന വെയിൽ മുതൽ പോകുന്നത് വരെ, അസ്തമിക്കണത് വരെയുള്ള വെയിൽ ആ ചട്ടിയിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി ചട്ടി ചൂടായി അതിലുള്ള മണ്ണ് ചൂടായിട്ട് ആയിരിക്കാം ഒരു പക്ഷേ ഈ ചെടി ശരിക്കും വളരാത്തത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും മാറ്റി വയ്ക്കുന്നത് ഇവിടെ നിന്ന്. ഇനി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. കാരണം ഇവിടെ നമ്മൾ ഈ ഒരു മണ്ണിൽ 10 മണിച്ചെടി നട്ടിട്ടുണ്ട്, അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വളരുന്നത് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സംശയം വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കാണിച്ച് അങ്ങനെ വന്നു കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് വിളക്ക് കാണിക്കുന്ന ഒരു ടൈമിൽ മഴ പെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ വെള്ളം കഴിഞ്ഞത് എപ്പോഴാണോ വെള്ളം കഴിയണം ആ ഒരു ടൈമിൽ നമ്മൾ വേറൊരു ചെമ്പിലേക്ക് ഒഴിച്ച് വയ്ക്കും, എന്നിട്ട് ഇതിൽ വെള്ളം വയ്ക്കും, അങ്ങനെ കേട്ടോ. അത് പിന്നെ ടൈം എന്നൊന്നും ഇല്ല, ആ ഒരു തീരുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ വെച്ചെടുക്കുക ചെയ്യണത്. അപ്പോൾ അങ്ങനെ അതേപ്പോൾ അതുപോലെ ഞാൻ കുളിക്കണതിന് മുന്നേ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുളി കഴിഞ്ഞതോടുകൂടി നമ്മൾ വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് വെക്കാൻ വേണ്ടി വച്ചു. അപ്പോൾ അന്നത്തതുപോലെ തന്നെ വീണ്ടും ഇന്നും അതിൻ്റെ അടിയിൽ ഞാൻ കരിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിലത്തൊരു കടലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെമ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. വീണ്ടും ഞാനത് വേഗം എടുത്ത് അടുപ്പത്തേക്ക് വെക്കാൻ നോക്കി, അതാ പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചു, കരിഞ്ഞു പോയി, കത്തിപ്പോയി കേട്ടോ കടലാസ്. അപ്പം അങ്ങനെ അതൊന്നങ്ങോട്ട് കത്തട്ടെ, നമുക്കത് കഴിഞ്ഞിട്ട് വേഗം ചെമ്പങ്ങോട്ട് വെച്ച് കൊടുക്കാം. നല്ല രീതിയിൽ കത്തിപ്പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ പുകയാൻ നിൽക്കില്ല, ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുകയേണ്ടി വരും, ഊതേണ്ടി വരും. ഊതിയിട്ടുണ്ടെങ്കിൽ വെണ്ണീര് പാറി പിന്നെ അതൊരു പണിയാവും. അപ്പോൾ ചുവടൊക്കെ ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ അവിടെ അങ്ങോട്ട് തുടച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തീയൊക്കെ പിടിച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ.